ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അത് നമ്മൾ പച്ചരിയൊന്നും വെള്ളത്തിലിടാണ്ട് തന്നെ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ അരപ്പാത്രത്തോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അര തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്നനുസരിച്ച് അരിപ്പൊടി ഇടുക കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിന് അരപ്പാത്രം ഉണ്ട്. ഇപ്പോൾ ഒരു 4 പേർക്കെന്നുള്ള കണക്കിൽ കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്ന് ഇതിനകത്തോട്ടേക്ക് ഞാൻ ഇനി ഒരു 3 4 ഉള്ളിയും കൂടെ ഇടുന്നുണ്ട്. അപ്പം ഈ ഒരു ഉള്ളി ഇടുന്നത് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടും, അതായത് പൊളിച്ച് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു തവി ചോറും കൂടെ ഇടുന്നുണ്ട്. അപ്പം നല്ല ഒരു നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു അപ്പത്തിന് നല്ല വൈറ്റ് കളർ കിട്ടാനൊക്കെ ആയിട്ട് നല്ല ഈ ഒരു ചാക്കരി ഉണ്ടല്ലോ, ഈ ഒരു കളർ വൈറ്റ് റൈസ് ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടാം. അപ്പോൾ ഈ ഒരു അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തേരം ഒരു മധുരമൊക്കെ വേണം അതനുസരിച്ച് ഇടുക കേട്ടോ. നമ്മൾ മധുരം ഒട്ടും പറ്റത്തില്ലാത്തവർക്ക് ഈ ഒരു 2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അധികം വലിയ മധുരമൊന്നും കാണത്തില്ല. ഇനി ഞാൻ ഇതിപ്പോൾ എന്താ പറയുക, ഒരു അരച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ നേരം ഞാൻ 2 സ്പൂണും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണേലും ഈ ഒരു അരയ്ക്കാൻ നേരം ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. പിന്നെ 1/4 സ്പൂണോളം ഉപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല മൃദുവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ലൈനിയൊക്കെ ഒഴിച്ചാലും നല്ല അപ്പത്തിന് നല്ല ഒരു മൃദുത്വം കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഈസ്റ്റ് ഇടുക കേട്ടോ. ഞാനൊരു തുള്ളി ഇട്ടിട്ടുള്ളൂ, ഒരു ചെറിയൊരു നുള്ള് ഈസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാലപ്പം നല്ല രീതിയിൽ പൊങ്ങിയും വരും, നല്ല സോഫ്റ്റും ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അരക്കപ്പം എന്താ പറയുക, മാവ് ഇതിലേക്ക് ഇടുമ്പോൾ നല്ലപോലെ ഒന്നും അരഞ്ഞിട്ടില്ല. അപ്പം നമ്മളിത് ഹാഫായിട്ട് മാറ്റിയിട്ടൊക്കെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഫുള്ളാക്കി എടുത്തിട്ടേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലൊരു പാത്രത്തിൽ, അപ്പം എന്താ പറയുക, കാസറോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇത് അപ്പത്തിനുള്ള മാവ് ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടില്ലെങ്കിലും തേങ്ങാപ്പാലാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈസ്റ്റ് ഇതിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു രീതിയിലാണ് ചോറ്, പഴയ ചോറുണ്ടാവുമല്ലോ, തലേദിവസത്തെ ചോറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് ചോറും എന്താ പറയുക, നമ്മൾ വൈകിട്ടത്തെ ഇത് അരച്ച് വെക്കുന്നത്. അപ്പോഴത്തേനും ആ ഒരു തലേദിവസത്തെ ചോറും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. പണ്ട് കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല സൂപ്പറായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുമ്പോഴത്തേനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മധുരം നിങ്ങൾ ചേർക്കണ്ട. ഈ ഒരു ഇതിൽ മതി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ആ ഒരു 2 സ്പൂൺ മതി. എന്താണെങ്കിലും 2 സ്പൂൺ പഞ്ചസാര ഇടുക കേട്ടോ. ഇട്ടെന്ന് വിചാരിച്ച് ഇതിന് ഞാൻ ആദ്യമത്തെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേനും അധികം മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒട്ടും മധുരം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 2 സ്പൂണും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മളിതുപോലൊരു എന്താ പറയുക, അപ്പത്തിനുള്ള പാത്രം നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയ തവി ആയതുകൊണ്ട് 2 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കറക്കാം. ഇപ്പം ഞാൻ കറക്കുമ്പോഴത്തേനും കുറച്ച് ചെറിയതായിട്ടേ ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒത്തിരി കറക്കി കഴിയുമ്പോഴത്തേനും അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിങ്ങനെ കുറച്ച് പാടുണ്ടാവും. അപ്പം എന്താ പറയുക, അപ്പോൾ അവിടെ നിന്ന് മുറിഞ്ഞു പോവുകയില്ലേ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ആ ഒരു അപ്പം, നമ്മുടെ ആ ഒരു വെള്ളയപ്പം നല്ല രീതിയിൽ കണ്ടോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നല്ല കുമളകളൊക്കെ പൊട്ടി ഇങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നുണ്ട് നല്ല അപ്പം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് ഇതാക്കി എടുക്കാം. ഇച്ചിരി കൂടെ ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടെ നേരം ഒന്ന് അടുപ്പിൽ വെക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് നല്ല സ്മൂത്ത് ആൻഡ് ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാലപ്പം ആകുമ്പോഴത്തേനും മറ്റേ വെള്ളയപ്പത്തെക്കാട്ടിലും ഒരു കുറച്ച് ടേസ്റ്റും കൂടെ മുന്നിൽ നിൽക്കുമല്ലോ. അപ്പം ഇതുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് മുരിഞ്ഞ് വരുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം നല്ല രീതിയിൽ ഒന്നായി വരട്ടെ. അപ്പോൾ ആർക്ക് വേണേലും ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇപ്പോൾ കടയിലൊക്കെ നമുക്ക് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പമൊക്കെ കഴിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പത്തിനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതുണ്ട് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല മണമുള്ള നല്ല രുചിയുള്ള അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇതുപോലെ ഇനി നിങ്ങൾ എന്താ പറയുക, പച്ചരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ കീപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഞാനിപ്പോൾ ചെയ്ത ആ ഒരു അതേ ഇപ്പോൾ പച്ചരി അടുപ്പിൽ എന്താ പറയുക മിക്സഡ് ജാറിലേക്ക് ഇടുന്നു, അതുപോലെ തന്നെ അതിലേക്ക് തേങ്ങ ഇടുന്നു, ഉള്ളി, ചോറ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ പഞ്ചസാരയും എണ്ണയും എല്ലാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നു. അതേ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇത് നല്ല രീതിയിൽ ഞാനിത് കുറച്ച് നേരം കൂടെ വെച്ച് കേട്ടോ, ഒരു അരമണിക്കൂറും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതുണ്ട് ഈ ഒരു രീതിയിൽ നല്ല എന്താ പറയുക, നമ്മളൊക്കെ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ കിട്ടുമല്ലോ ഈ ഒരു രീതിയിൽ നല്ല അവിടെ ഇവിടെയൊക്കെ വല പോലത്തെ ഒരു വെള്ളയപ്പം അതായത് പാലപ്പം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ അപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഇങ്ങനെ ആവി പറക്കുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലത്തെ ഇങ്ങനത്തെ അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന അരി കൊണ്ടാണെങ്കിലും അരിപ്പൊടി കൊണ്ടാണെങ്കിലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഇതുണ്ട് ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ എന്താ പറയുക, ഇപ്പം ഇതിപ്പോൾ നമ്മൾ പാലപ്പമാണ് ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഇപ്പം വെറും അപ്പമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ഇപ്പം ആ ഒരു അതിൽ നമ്മൾ എണ്ണയും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, എണ്ണയോ പഞ്ചസാരയോ ഒന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന നേരവും നമ്മൾ കുറച്ച് ഒരു 2-3 ഉള്ളിയും അതുപോലെ തന്നെ തലേദിവസം ചോറൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മൾ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ്. അപ്പം നമ്മുടെ അപ്പം കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുരിച്ചൊന്നും എടുക്കേണ്ടാത്തവരൊക്കെ ആണെങ്കിൽ, അങ്ങനെ താല്പര്യമില്ലാത്തവരോ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ മുരിയാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് വെന്ത് കഴിയുമ്പോഴത്തേനും തന്നെ വാങ്ങിയെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ആ നടുക്ക് ഒഴിച്ചു കൊടുക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അത് കട്ടി അധികം ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ വേകാണ്ട് കിടക്കും. അപ്പം കട്ടിയില്ലാണ്ട് ഈ ഒരു എന്താ പറയുക കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ട്, അധികം കട്ടിയിൽ നിൽക്കരുത്. അപ്പോൾ കുറച്ച് അങ്ങനെ ആകുമ്പം കുറേ നേരം എടുക്കും വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ സൈഡിൽ കൂടെ ഒക്കെ കരിയല്ല ഒന്ന് മുരിഞ്ഞൊക്കെ വരും. അപ്പോൾ അധികം ബാറ്റർ ഒഴിക്കാണ്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ ട്രൈ